ഈ ഒരു പ്രൈസിന് നമ്മൾ ഈ ഒരു DIY ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കോസ്റ്റ് കട്ടിങ് നമുക്കിതിനകത്ത് വന്നിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സ്ഥിരം പറയുന്നത് അതേ റീസൺ തന്നെയാണ്, തിരക്കുള്ളത് കൊണ്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെ ആരും പ്രതീക്ഷിച്ചിരിക്കുന്നില്ല എന്നറിയാം. ബട്ട് സ്റ്റിൽ നമ്മൾ പണ്ടൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ ഇടുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സപ്പോർട്ട് കിട്ടുന്നൊരു ചാനലായിരുന്നു. ബട്ട് സ്റ്റിൽ ഇപ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിൽ വിഷമമുണ്ട്. ഐ എം റിയലി സോറി. അപ്പോൾ നമ്മൾ കാനഡയിൽ വന്നതിന് ശേഷം നമ്മൾ ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ വീഡിയോസ് നമ്മൾ സീരീസ് ആയിട്ട് ചെയ്തു വരുന്നുണ്ടായിരുന്നു. ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ട് എന്തൊക്കെ കോമ്പണൻസ് വാങ്ങിച്ചു, ഡീറ്റെയിൽ ആയിട്ട് 1 by 1 ആയിട്ട് റിവ്യൂ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണിത്. തമ്മിൽ കണ്ടപോലെ തന്നെ എന്തൊക്കെ കോമ്പണൻസ് നമ്മൾ വാങ്ങിച്ചു, അതിന് എത്ര രൂപ ചിലവായി, എല്ലാം കൂടെ നമുക്ക് ഇവിടെ എത്ര രൂപ ചിലവായി, അത് നാട്ടിലെ പൈസ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചിലവ് വന്നിട്ടുള്ളത് എന്നുള്ളത്, ആ പൈസയ്ക്ക് ഇത് വെർത്താണോ എന്നൊക്കെയുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ആദ്യമേ ഷൂട്ട് ചെയ്ത് വെച്ചായിരുന്നു, പക്ഷേ അറിയാണ്ട് ഡിലീറ്റ് ആയിപ്പോയി. നമുക്കിവിടെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ക്യാബിനൊക്കെ ഏകദേശം 50-55% ആംപ്ലിഫയറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. പക്ഷേ ഈ ഒരു വീഡിയോ ഡിലീറ്റ് ആയിപ്പോണ്ട് ഞാൻ വീണ്ടും എല്ലാം ഇളക്കി വീണ്ടും ആദ്യം തൊട്ട് വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആംപ്ലിഫയറിൻ്റെ മെയിൻ സാധനമായിട്ടുള്ള ക്യാബിൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാപ്റ്റർ 1 പ്ലാൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ വെജിറ്റബിൾ കട്ടിങ് അതായത് ചോപ്പിംഗ് ബോർഡ് ആയിരിക്കും ബേസായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ബാക്കി ഫോം ബോർഡ് വെച്ച് ക്യാബിൻ ചെയ്യുന്നതായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇവിടുന്ന് ഒരു പഴയ ആംപ്ലിഫയർ എടുക്കും, അതിനകത്ത് ട്രാൻസ്ഫോമറൊക്കെ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് $20 ഒരു ആംപ്ലിഫയറിന് നമ്മളൊരു വിൻറ്റേജ് ആംപ്ലിഫയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വർക്കിംഗ് കണ്ടീഷനാണ്. അപ്പോൾ അതിൽ നിന്നും അതിൻ്റെ ക്യാബിൻ, അതുപോലെ തന്നെ അതായത് ക്യാബിൻ ഫുള്ളായിട്ടല്ല കേട്ടോ, ക്യാബിൻ്റെ കുറച്ച് പാർട്ട് മാത്രം, ക്യാബിൻ, അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ, സ്പീക്കർ കണക്ടർ, RC സോക്കറ്റ്, AC കോഡ് എന്നിങ്ങനെ 5 സാധനങ്ങൾ എടുക്കുന്നത്. ക്യാബിൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ മൊത്തമായിട്ട് എടുക്കുന്നില്ല, ജസ്റ്റ് ഒരു ഫ്രെയിം വർക്ക് മാത്രം, ഒരു ബലം കിട്ടാനുള്ളൊരു ഫ്രെയിം വർക്ക് മാത്രമായിരിക്കും ആ ക്യാബിനിൽ എടുക്കുന്നത്. അങ്ങനെ ട്രാൻസ്ഫോമർ 28-028 ഒരു 5 ആമ്പിയർ വരുന്നൊരു ട്രാൻസ്ഫോമറും, സ്പീക്കർ കണക്ടറും, RC സോക്കറ്റും, AC കോഡും, ഇത്ര സാധനമാണ് നമ്മൾ അതിൽ എടുക്കുന്നത്. അപ്പം അതിനകത്ത് നമുക്ക് ആകെ ചിലവ് വന്നത് $20. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ആംപ്ലിഫയർ DIY പ്രോജക്റ്റിൻ്റെ ഫസ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. $20 ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒപ്പിച്ചു. അല്ലാണ്ട് ട്രാൻസ്ഫോമർ വാങ്ങിക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും $50 പുറത്ത് ട്രാൻസ്ഫോമറിന് മാത്രം ആവേണ്ടതാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് ക്യാബിനും ഇതെല്ലാം കൂടെ $20 മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. രണ്ടാമത് നമുക്കിവിടെ കാണാൻ കഴിയുന്ന തന്നെ ഒരു അക്രിലിക് ഷീറ്റാണ്. 200 mm ബാക്കിലേക്ക് ഡെപ്ത്ത്, 300 mm വീതി, അതേപോലെ തന്നെ ഒരു 3 mm കനം വരുന്ന ഒരു ട്രാൻസ്പെറൻറ്റ് അക്രിലിക് ഷീറ്റ്. ഇതിങ്ങനെയല്ല കേട്ടോ, ജസ്റ്റ് ഒരു ഷീറ്റായിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ വർക്ക് കുറേയൊക്കെ ചെയ്ത് കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു മുകളിൽ ഈ ഒരു പാട്ടൊക്കെ ഇതിൽ ഒട്ടിച്ചിട്ടുള്ളത്. അതിലേക്ക് വരാം. അപ്പോൾ ഇതും AliExpressൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ അത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ട്, അത് $12.68 ഈ ഒരു ഷീറ്റ് വാങ്ങിച്ചത്. അത്രയും വില കൊടുത്ത് ഈ ഒരു ഷീറ്റ് വാങ്ങേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇവിടെയുള്ള ഷോപ്പുകളിൽ കിട്ടും, പക്ഷേ എനിക്ക് കറക്റ്റ് ഈ ഒരു മെഷർമെൻറ്റിൽ എനിക്ക് കിട്ടാൻ ചാൻസ് വളരെ കുറവായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. പിന്നെ എന്തെങ്കിലും ആട്ടെ എന്നുള്ള രീതിയിൽ എടുത്തത്. അതിൻ്റെ തൊട്ട് മുകളിൽ കാണുന്ന ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ബോക്സ്. എന്തിനാണ് ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ടോപ്പ് ഭാഗം എന്ന് പറഞ്ഞെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, അതായത് അതിനകത്തുള്ള ബോർഡും ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിലാണ്. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തപ്പോഴാണ് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതിനൊരു വാക്യൂം ട്യൂബ് പ്രീ ആംപ്ലിഫയർ സെഷൻ വരുന്നുണ്ട്. നമ്മുടെ മറ്റ് വീഡിയോസ് കണ്ടവർക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ മറ്റ് വീഡിയോസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ടോൺ ബോർഡ്, അങ്ങനെ എല്ലാത്തിൻ്റെയും 1 by 1 ആയിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് അതിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു പ്ലേലിസ്റ്റ് പോലെ ആഡ് ചെയ്തിട്ട് അതിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം 1 by 1 ആയിട്ട് താല്പര്യമുണ്ടെങ്കിൽ. ഓക്കെ, അത്യാവശ്യം ഹീറ്റ് ആവുന്ന ഒരു കോമ്പണൻ്റ് ആണ് വാക്യൂം ട്യൂബ് എന്ന് പറയുന്നത്. നമുക്കിവിടെ കാണാൻ കഴിയും, നമുക്ക് ഇവിടെ ഈ ഒരു ആംപ്ലിഫയറിൽ 2 ട്യൂബ്സ് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണ് ഇങ്ങനെ ട്യൂബ് പ്രീ സെക്ഷൻ കൂടി ആഡ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തത്. അപ്പോൾ അതുപോലൊരു ട്യൂബ് പ്രീ സെക്ഷനാണ് ഈ പറയുന്ന ഐമയുടെ ഈ ഒരു ട്യൂബ് പ്രീ എന്ന് പറയുന്നത്. അപ്പോൾ അത് മുകളിലായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ട് തന്നെ ട്രാൻസ്പെറൻ്റ് ആക്കാമെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് വാങ്ങിച്ചാണ് ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത്. ഇതൊന്നുമില്ല, നമുക്കിവിടെ ഒരു ഷോപ്പുണ്ട് ഡോളറമ എന്ന് പറയുന്നത്. അതൊരു സൂപ്പർ മാർക്കറ്റാണ്, അത്യാവശ്യം ചീപ്പായിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പോൾ അവിടുന്ന് ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയുള്ള ഒരു ട്രാൻസ്പെറൻ്റ് ഒരു പെട്ടി, അതാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത്. അത് കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിൽ ഹോളൊക്കെ ഇട്ട് സെറ്റ് ചെയ്താണ് നമ്മൾ ഇതിനകത്തേക്ക് വെച്ചിട്ടുള്ളത്. ഇവിടെ ഒരു സ്വിച്ചൊക്കെ വരുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിലേക്ക് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് വലിയ വിലയൊന്നും ആയിട്ടില്ല, ഏകദേശം $3 ആ ഒരു ബോക്സിനായിട്ടുള്ളത്. ബോക്സിൻ്റെ തന്നെ ബാക്കി ഭാഗം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ മെയിൻ നോബ് വരുന്നുണ്ട്, വോളിയം നോബ്. അതിൻ്റെ ബാക്കിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്, നമ്മുടെ നാട്ടിൽ അക്രിലിക് ഷീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ അന്നേരം അങ്ങ് ചെയ്തു.
അതിനകത്ത്, കാരണം ആംപ്ലിഫയറിനകത്ത് ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ലൈറ്റ് ഫ്രണ്ടിൽ കിട്ടുന്ന രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അത് യൂസ് ചെയ്തത്. അപ്പോൾ അടുത്ത 4ാമത്തെ ഐറ്റം എന്ന് പറഞ്ഞെങ്കിൽ VU മീറ്ററാണ്. ശരിക്കും ഇതാണ് ഈ ഒരു DIY പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ച സാധനം എന്ന് പറയുന്നത്. അലി എക്സ്പ്രസ് എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. വെറും $3.23 കനേഡിയൻ ഡോളറിനാണ് നമ്മൾ ആ ഒരു VU മീറ്റർ വാങ്ങിച്ചിട്ടുള്ളത്. അനലോഗ് VU മീറ്റർ, അത്യാവശ്യം ചെറുതായിട്ടുള്ള, അത്യാവശ്യം ക്യൂട്ടായിട്ടുള്ള, ബാക്കിൽ ലൈറ്റൊക്കെ വരുന്ന ഒരു അനലോഗ് VU മീറ്ററാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മുടെ ചാനൽ കിടപ്പുണ്ട്, താല്പര്യമുള്ളത് തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. പിന്നെന്ന് പറഞ്ഞെങ്കിൽ ഒരു 3-way ടോൺ കൺട്രോൾ ബോർഡാണ്. അത്യാവശ്യം ഇതായിരുന്നു അതിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്, സാധനത്തിനകത്തുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ കിടപ്പുണ്ട് കേട്ടോ. കാരണം അത് അത്യാവശ്യം സ്പെഷ്യൽ പ്രോഡക്റ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് 3-way ടോൺ കൺട്രോൾ സെക്ഷൻ മാത്രമല്ല, അതിനകത്ത് തന്നെ ഇൻബിൽട്ടായിട്ട് ബ്ലൂടൂത്ത്, കോൾകോമിൻ്റെ ബ്ലൂടൂത്ത് ചിപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ DAC ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട്, ബഫർ സ്റ്റേജും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ടോൺ ബോർഡാണ്. അത് 12.0 വർക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ട്രാൻസ്ഫോമറിൽ 15.0 എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ട്, അതിലത് കണക്ട് ചെയ്തിട്ടാണ് നമ്മളിത് വർക്ക് ചെയ്യിക്കുന്നത്. അപ്പോൾ ആ ഒരു ബോർഡിന് അത്യാവശ്യം പ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. $48.18 കനേഡിയൻ ഡോളറാണ് ആയിട്ടുള്ളത്. പക്ഷേ ആ ഒരു പ്രൈസിന് വർത്തായിട്ട് എനിക്ക് തോന്നി. അലി എക്സ്പ്രസ് തന്നെയാണ് ആ ഒരു പ്രോഡക്റ്റും വാങ്ങിച്ചിട്ടുള്ളത്. 6ാമത്തെ ഐറ്റം എന്ന് പറഞ്ഞെങ്കിൽ ഒരു 12 വോൾട്ട് 1 ആംപിയർ SMPS ആണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രീ ആംപ്ലിഫയർ സെക്ഷൻ ഉണ്ടല്ലോ, ഈ ഒരു വാക്യൂം ട്യൂബ്, അതിനൊരു 12 വോൾട്ടാണ് ആവശ്യമായിട്ടുള്ളത്, DC വോൾട്ടേജ്. അതിനും അതേപോലെ നമ്മുടെ VU മീറ്ററിന് ഒരു ചെറിയൊരു ബോർഡ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബോർഡും ഈ VU മീറ്റർ വർക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് 12 വോൾട്ടാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പവർ സപ്ലൈ കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഒരു 12 വോൾട്ട് 1 ആംപിയർ SMPS വാങ്ങിച്ചു. അലി എക്സ്പ്രസ് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. $5.79 കനേഡിയൻ ഡോളറാണ് അതിന് വേണ്ടിയിട്ട് ആയിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൻ്റെ ബാക്കിലേക്ക് ഒരു ഫോം ഷീറ്റ് കാണുന്നുണ്ട്, ബ്ലാക്ക് കളർ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫോം ഷീറ്റ് തന്നെയാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ക്യാബിൻ ടോട്ടലി ബിൽഡ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ വിൻറ്റേജ് ആംപ്ലിഫയർ ഞാൻ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങിച്ചില്ല. അതിനകത്ത് നിന്ന് ഒരു ഫ്രെയിം മാത്രമാണ്, ഒരു എന്താ പറയുക, ഒരു U ഷേപ്പ് ഫ്രെയിം മാത്രമാണ് നമ്മുടെ ക്യാബിൻ്റെ മേക്കിങ്ങിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ബാക്കി നമ്മൾ ഫുള്ള് ഈ ഒരു ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 വലിയ ഫോം ഷീറ്റ്. എന്തുകൊണ്ടാണെന്ന് വെച്ചെങ്കിൽ എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാനും നമ്മുടെ ഷേപ്പ് ഒക്കെ ചെയ്തെടുക്കാനും എളുപ്പമായതുകൊണ്ടാണ് ഞാൻ ആ ഫോം ഷീറ്റ് വാങ്ങിച്ചത്. ഒരിക്കലും അത് ആംപ്ലിഫയർ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമല്ല, ക്രാഫ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. ബട്ട് സ്റ്റിൽ നമുക്കിവിടെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ട് അത് ഞാൻ വാങ്ങിച്ച് തൽക്കാലം സെറ്റ് ചെയ്ത് 2 ഷീറ്റ് വാങ്ങിച്ചു. $1 എന്ന് പറയുന്ന ആ ഒരു സൂപ്പർ മാർക്കറ്റിനാണ് ഞാനത് വാങ്ങിച്ചിട്ടുള്ളത്. 2 ഷീറ്റിന് $4, അതായത് ഒരു ഷീറ്റിന് $2 എന്നുള്ള രീതിയിൽ 2 യൂസ് ചെയ്യേണ്ടി വന്നു. കാരണം ആദ്യം ചെയ്ത ക്യാബിൻ എനിക്ക് അവിടെ വർക്കായില്ല, അതുകൊണ്ട് എല്ലാവരും വലിച്ച് പറിച്ച് കളയേണ്ടി വന്നു. അതുകൊണ്ട് 2 ഷീറ്റും യൂസ് ചെയ്യേണ്ടി വന്നു. പിന്നെ 8ാമത്തെ പർച്ചേസ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു റെഡ് കളർ വരുന്ന ഒരു ചാർട്ട് പേപ്പറാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു VU മീറ്റർ ഉണ്ടല്ലോ, ആ VU മീറ്ററിന് ചുറ്റും ഒരു റിങ് കൊടുക്കുക. കാരണം ആ VU മീറ്റർ വളരെ ചെറുതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിപ്പം തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു റെഡ് റിങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിന് ആവശ്യമുള്ള റെഡ് ചാർട്ട് വാങ്ങിച്ചു. അതിനൊരു $1 മാത്രമേ ആയിട്ടുള്ളൂ. അടുത്ത ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാബിൻ ഞാൻ നേരത്തെ പറഞ്ഞ ഫോം ഷീറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ബോർഡ് എന്ന് പറഞ്ഞാൽ എല്ലാം 3886 IC വരുന്ന ബോർഡാണ്. ഇതങ്ങനെ ഭയങ്കരമായിട്ട് ഹീറ്റ് ആകത്തില്ല, ബട്ട് സ്റ്റിൽ ചെറിയ രീതിയിലൊന്ന് വാമാവുന്ന ബോർഡാണ്. ഒരുപാട് ലോഡിട്ട് വർക്ക് ചെയ്യിക്കുമ്പോൾ ചിലപ്പോൾ ഹീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ കൊടുക്കുന്ന സ്പീക്കേഴ്സ് വെച്ചിട്ട് അങ്ങനെ ഭയങ്കര ഹീറ്റിംഗ് ഒന്നുമില്ല. നമ്മളൊരു 2 മാസത്തോളം ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഡിലേ പോകുന്നത് കൊണ്ട് ഞാൻ ചുമ്മാ പാട്ട് കേൾക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഹീറ്റ് ആവുന്നില്ല, ബട്ട് സ്റ്റിൽ ഹീറ്റ് കറക്റ്റായിട്ട്, അതൊരു വെൻറ്റിലേഷൻ, എയർ ഫ്ലോ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഹോൾസ് വരുന്നുണ്ട്. ഹോൾ എന്ന് പറഞ്ഞാൽ നല്ല ഓപ്പണിംഗ് ആണ്, റെക്ടാങ്കിൾ ഷേപ്പ് വരുന്ന ഓപ്പണിംഗ് ആണ്. അപ്പോൾ ആ ഒരു ഓപ്പണിങ് നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രില്ല് വേണമെന്നുള്ളൊരു ഐഡിയ വന്നു. അപ്പോൾ എങ്ങനെ നോക്കിയിട്ടും ഗ്രില്ല് കിട്ടുന്നില്ല. അങ്ങനെയാണ് ഈ ഒരു ഐറ്റം ഞാൻ കണ്ടത്. ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ $1 എന്ന് പറയുന്ന ആ ഒരു ഷോപ്പിൽ തന്നെ വാങ്ങിച്ചാണ്. ഇത് ആക്ച്വലി ഫയൽ ഹോൾഡറാണ്. അതായത് നമ്മളിങ്ങനെ ഇത് ഭിത്തിയിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മളിങ്ങനെ ഫയലുകൾ അടുക്കി വെക്കുക, ആ ഒരു ഐറ്റമാണ്. അപ്പോൾ അതിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ നല്ല ഗ്രില്ലാണ്. അപ്പോൾ ഞാനത് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്തെടുത്ത്, ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ ആംപ്ലിഫയറിൻ്റെ വർക്ക് കുറേയൊക്കെ ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗം കാണാൻ കഴിയുന്നത്. ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയും $4.75 കനേഡിയൻ ഡോളേഴ്സ്. ഡോളർമാരുടെ ലോഗോ നമുക്കിവിടെ കാണാൻ കഴിയും. ഓരോ ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു $4.75 കനേഡിയൻ ഡോളറാണ് ഇത് ആയിട്ടുള്ളത്. പക്ഷേ ഇത് മൊത്തം നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ ഇനി ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്ന് എടുക്കാനായിട്ട് പറ്റും. ബട്ട് സ്റ്റിൽ ഞാൻ ആ ഒരു ഫുൾ എമൗണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യണം. കാരണം ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി വാങ്ങിച്ചാണല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ആഡ് ചെയ്തു. 10ാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ഐറ്റം തന്നെയാണ് നമ്മുടെ LM3886 IC ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡ്. 68+68 വാട്ട്സ് വരെ കിട്ടുന്ന രീതിയിലുള്ളൊരു ബോർഡാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, കുഴപ്പമില്ല. ഭയങ്കര ഹൈഫൈ ഓഡിഫൈ ലെവൽ എന്ന് പറയുന്നില്ല, ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല. നമ്മുടെ ട്രാൻസ്ഫോമറിന് ഔട്ട്പുട്ട് 28 വോൾട്ട്. ഇതിനകത്ത് കറക്റ്റ് മാച്ചിങ് ആണ്. നമ്മൾ സോണിയുടെ 2 സ്പീക്കർ ബോക്സിലാണ് കൊടുക്കുന്നത്, 3-way സ്പീക്കർ ബോക്സിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ബോർഡിനും കുറച്ച് വിലയുണ്ട്. $66.38 കനേഡിയൻ ഡോളറാണ് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അലി എക്സ്പ്രസിൽ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. കാരണം മറ്റ് വെബ്സൈറ്റിലൊന്നും ഞാൻ കണ്ടില്ല, അലി എക്സ്പ്രസിൽ നമുക്ക് അത് കിട്ടി. പിന്നെ നമ്മുടെ ഓഡിയോ സിഗ്നലുകളൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഷീൽഡ് ആയിട്ടുള്ളൊരു വയർ വേണം. അതുകൊണ്ട് തന്നെ 2 കോർ ആയിട്ടുള്ള ഒരു ഷീൽഡ് വയറാണ് വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് ഒരു പാക്കറ്റാണ്, ഇത് 10 മീറ്റർ വരുന്നൊരു പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. 10 മീറ്ററിന് $8.450 കനേഡിയൻ ഡോളർ എന്നുള്ള രീതിയിലാണ് ഈ ഒരു പാക്കറ്റ് വാങ്ങിച്ചത്. ഭാവിയിൽ ആവശ്യം എന്നുള്ള രീതിയിൽ കണക്കൂട്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ.
അതായത് ഒരു മീറ്ററിന് $0.849 മാത്രമാണ് ആവശ്യം വരുന്നുള്ളൂ. നമ്മളിതിന് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഏകദേശം 3 മീറ്ററോളം യൂസ് ചെയ്തു. കാരണം ഞാൻ പറഞ്ഞ പ്രീ ആംപ്ലിഫയർ സെഷൻ മോളിൽ വരുന്നുണ്ട്, അപ്പോൾ അതിനകത്തേക്ക് ഓടി വരുന്നു, തിരിച്ചു പോകുന്നു, അങ്ങനെ കുറേ ലെങ്ത് എടുത്തതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു 3 മീറ്റർ ഇതിനകത്ത് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. അപ്പം നമുക്ക് ഇതിനകത്ത് വരുന്ന ചിലവെന്ന് പറഞ്ഞാൽ $3.396 ഇതിനകത്ത് മൊത്തത്തിൽ വന്നിട്ടുള്ള ആ ഒരു വയറിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് വയർ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് 18 AWG ആണ്, അതായത് 1 mm ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. അതൊരു 10 മീറ്ററിൻ്റെ പാക്കറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ 10 മീറ്റർ എന്തായാലും യൂസ് ചെയ്യുന്നില്ല. 10 മീറ്ററിൻ്റെ പാക്കറ്റിന് $5.79 ആണ് അലി എക്സ്പ്രസിൽ നിന്ന് എനിക്ക് ആയിട്ടുള്ളത്. അതായത് ഒരു മീറ്ററിന് $0.579 ആണ് ആവുന്നത്. നമ്മൾ ഏകദേശം ഒരു 2 മീറ്റർ ഒന്നും യൂസ് ചെയ്തില്ല, ബട്ട് സ്റ്റിൽ ഇതിനകത്തൊരു സ്വിച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കണക്ഷനോടൊക്കെ വരുന്നതിനുള്ള കണക്ക് കൂട്ടി ഒരു 2 മീറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനകത്തേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഏകദേശം $1.158 ആണ് അതിന് വേണ്ടിയിട്ട് ആയിട്ടുള്ളത്. പിന്നെ സ്പീക്കർ വയർ, ആക്ച്വലി ഇത് സ്പീക്കർ വയർ അല്ല കേട്ടോ, ഇത് നമുക്കിവിടെ ലാമ്പിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന വയറാണ്. പക്ഷേ സ്റ്റിൽ സ്പീക്കർ വയറായിട്ട് യൂസ് അത്യാവശ്യം കോറുള്ള വയർ ആയതുകൊണ്ടാണ് അത് യൂസ് ചെയ്ത്. കോപ്പറാണ്. അപ്പോൾ ആ ഒരു വയർ, അതിൻ്റെ പ്രൈസ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, എൻ്റെ ബില്ല് എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. ഹോം ഹാർഡ്വെയർ എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട് കാനഡയിൽ, ആ ഷോപ്പിൽ നിന്നാണ് ഞാനത് വാങ്ങിച്ചിട്ടുള്ളത്. ഒരു മീറ്ററിന് ഏകദേശം $4 ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ ജസ്റ്റ് $4 തന്നെ ഇടുകയാണ്. $4 എന്നുള്ള രീതിയിൽ അത്രയും നമുക്ക് ഇതിനകത്ത് ചിലവായിട്ടുണ്ട്. 14ാമത്തെ പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് വയറാണ്, ബ്ലാക്ക് കളറിൽ വരുന്ന. ഇതും സെയിം ടേബിൾ ലാമ്പിനൊക്കെ യൂസ് ചെയ്യുന്ന വയറാണ്, അത്യാവശ്യം കോറുള്ള വയറാണ്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കുഞ്ഞ് SMBS ഉണ്ടല്ലോ, 12 വോൾട്ട് 1 ആംപിയർ, അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു വയർ വാങ്ങിച്ചിട്ടുള്ളത്. അത് ഒരു 1 മീറ്റർ ഞാൻ കണക്ക് കൂട്ടി ഇങ്ങോട്ട് അത്രയൊന്നും യൂസ് ആവുന്നില്ല, പക്ഷേ ഞാൻ അത്ര അങ്ങ് ഇട്ടു എന്ന് മാത്രം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ട് ബോൾട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ സെയിം ഹോം ഹാർഡ്വെയർ നിന്നാണ് വാങ്ങിച്ചത്. പക്ഷേ നമുക്ക് ഇത്രയും നട്ട് ബോൾട്ടിനൊന്നും ആവശ്യം വന്നില്ല, 2 മാത്രമേ എടുത്തുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ പ്രൈസ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. ഇത് നമുക്ക് മറ്റെന്തെങ്കിലും ആവശ്യം വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാമെന്നുള്ള രീതിയിൽ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. സോ അതിൻ്റെ പ്രൈസ് ഞാൻ ആഡ് ചെയ്യുന്നില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ അട്രാക്ഷൻ നമുക്ക് ഗോൾഡൻ കളർ വരുന്ന അലുമിനിയം കൺട്രോൾ നോബുകൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഈ പറയുന്ന ഈ ഒരു സിൽവർ കളറിൽ വരുന്ന നോബുകൾ ആക്ച്വലി നമ്മുടെ ടോൺ കൺട്രോൾ ബോർഡിൻ്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ. 4 കിട്ടിയായിരുന്നു, പക്ഷെ നമ്മൾ 3 യൂസ് ചെയ്യുന്നുള്ള കാരണം വോളിൽ തന്നെ നമ്മൾ ഇളക്കി സോൾഡർ ചെയ്ത് സെപ്പറേറ്റ് ഈ ഒരു നോബായിരിക്കും യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ഈ ഒരു 3 നോബിന് ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. അതുകൊണ്ട് പ്രൈസ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നുള്ള ഐറ്റം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഗോൾഡ് കളറിൽ, ഇത് നമുക്ക് ആക്ച്വലി ഒരു പാക്ക് ഓഫ് 6 എന്നുള്ള രീതിയിലാണ് കേട്ടോ കിട്ടിയത്. പക്ഷേ അത്യാവശ്യം ചീപ്പായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പാക്ക് ഓഫ് 6 എന്നുള്ള രീതിയിലാണ് ഞാൻ വാങ്ങിച്ചത്. 48 mm ഡയമീറ്റർ വരുന്ന ഗോൾഡ് ഫിനിഷിങ്ങോട് വരുന്ന അലുമിനിയം നോബുകളാണ് വരുന്നത്. 6 വരുന്ന പാക്കറ്റാണ് വരുന്നത്. അപ്പോൾ 6 ഏകദേശം $10.2 കനഡിയൻ ഡോളറാണ് എനിക്ക് ആയിട്ടുള്ളത്. പക്ഷേ 6 നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതായത് 2 ഏകദേശം എനിക്ക് $1.698 കനഡിയൻ ഡോളർ മാത്രമാണ് അതിനകത്ത് ചിലവായിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രീ ആംപ്ലിഫയർ സെക്ഷനാണ് ഐമ എന്ന് പറയുന്ന ബ്രാൻഡ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ, അതിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ട്യൂബ് പ്രീ ആംപ്ലിഫയർ, അതായത് 682 എന്ന് പറയുന്ന 2 ട്യൂബാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. 2 ട്യൂബ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു PCB ഒക്കെ നമുക്ക് ഈ ഒരു ബോക്സിൽ കൂടെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് വരുന്നത്. ഇത് ഫൈനലാകുമ്പോൾ എന്തോ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അത് എന്തോ ആവുമെന്ന് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതും അലി എക്സ്പ്രസിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. $28.99 കനഡിയൻ ഡോളർ, ഏകദേശം ഒരു $29 എനിക്ക് ഇതിനകത്ത് പ്രൈസ് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു ടോൺ കൺട്രോൾ ബോർഡ് വാങ്ങിച്ച് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അതിനകത്തുള്ള ബ്ലൂടൂത്തിന് ആൻറ്റിന അവർ സെപ്പറേറ്റ്, അതായത് PCBയിൽ തന്നെ ഇങ്ങനെ ഒരു പാമ്പ് പോലെ ആൻറ്റിന കൊടുക്കുമല്ലോ, അങ്ങനെ അതിനകത്ത് കൊടുത്തിട്ടില്ല. കാരണം അതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് ആൻറ്റിന നമ്മൾ കണക്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞാനൊരു ആൻറ്റിന, അതായത് വൈഫൈ ബ്ലൂടൂത്തിനൊക്കെ യൂസ് ചെയ്യുന്ന, റൗട്ടറിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ആൻറ്റിനയും അതുപോലെ തന്നെ അതിൻ്റെ കണക്ടർ ഞാൻ അലി എക്സ്പ്രസിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്കിന്ന് 2 പാക്ക് ഓഫ് 2 എന്നുള്ള രീതിയിലാണ് കിടന്നതാണ്. ഞാൻ ജസ്റ്റ് അതിങ്ങനെ വാങ്ങിച്ചു, പക്ഷേ നമ്മൾ ഒരെണ്ണം യൂസ് ചെയ്യുന്നുള്ളൂ. പാക്ക് ഓഫ് 2 എനിക്കായത് $6.82 കനഡിയൻ ഡോളറാണ്. പക്ഷേ ഒരെണ്ണത്തിന് ഏകദേശം $3.41 കനഡിയൻ ഡോളറാണ് ആവുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് പാനൽ നമ്മളൊന്ന് റാപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു കാർബൺ ഫൈബർ ഫിനിഷ് വരുന്ന ഒരു പ്ലാസ്റ്റിക് വിനൈൽ റാപ്പ് വെച്ചിട്ടൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ 19ാമത്തെ പർച്ചേസാണത്. ഫുള്ളായിട്ട് നമ്മൾ എന്തായാലും ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്നില്ല, ജസ്റ്റ് ഫ്രണ്ട് പാനൽ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ടോപ്പും സൈഡിലും അത് മൊത്തം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ടോപ്പ് ട്രാൻസ്പെയറൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഫ്രെയിം എന്നുള്ള രീതിയിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ബട്ട് സ്റ്റിൽ ഞാനിതിൻ്റെ എമൗണ്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. $13.99 ഈ ഒരു ഫുൾ റോളിന് എനിക്ക് ആയിട്ടുള്ളത്. ഇത് ഞാൻ നമ്മുടെ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്കിതിൻ്റെ സൈഡിലായിട്ട് ഫിൻസ്, അതായത് ഒരു എന്താ പറയുക ഹീറ്റ് സിങ്ക് പോലെ നമ്മൾ ഈ ഒരു ഫോം ഷീറ്റ് തന്നെ വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ബാക്ക് പാനലിലൊക്കെ അടിക്കാനായിട്ട് ഒരു പെയിൻറ്റ് വാങ്ങിച്ചു. ഇത് വലിയ വിലയൊന്നുമില്ല, $1 ഉള്ളൂ. ഇത് $1 തന്നെ വാങ്ങിച്ചാണ്. അക്രിലിക് പെയിൻ്റാണ്.
എന്താവും അറിയത്തില്ല, എങ്ങനെ എൻ്റെ ക്വാളിറ്റി എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഫിനിഷിംഗ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മൊത്തം 20 പർച്ചേസാണ് നമ്മുടെ ഈ ഒരു ആംപ്ലിഫയർ അസംബ്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം കൂടെ ടോട്ടൽ എമൗണ്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $230. 230.65 കനേഡിയൻ ഡോളറാണ് എനിക്ക് മൊത്തത്തിലുള്ള ചിലവായിട്ടുള്ളത്. അതായത് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മാർച്ച് 2026 അപ്പോൾ ആ ഒരു ഡേറ്റ് അനുസരിച്ച് ഏകദേശം ഇന്ത്യയിൽ 15,563 രൂപയാണ് ആകുന്നത്. പക്ഷേ ഈ ഒരു സാധനങ്ങളൊക്കെ ഞാൻ കുറേ നാളായിട്ട് വാങ്ങിച്ചിരിക്കുന്നത്. കനേഡിയൻ ഡോളറിന് ഇത്രയും വില ഉള്ള സമയത്തല്ല, അതിന് മുമ്പാണ് ഞാനിത് വാങ്ങിച്ചത്. പല സാധനങ്ങൾ ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ വാങ്ങിച്ചത് ഈ പെയിൻറ്റും ഈ ഒരു സ്റ്റിക്കറൊക്കെ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞാൻ കുറേ നാളായിട്ട് വാങ്ങിച്ച് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് പോയതാണ്. സോ അന്നത്തെ ഒരു പ്രൈസ് ശരിക്കും നോക്കുമ്പോൾ നമ്മൾ വാങ്ങിച്ച സമയത്ത് ഒരു കൺവേർട്ടിംഗ് റേറ്റ് ആണല്ലോ നോക്കേണ്ടത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 14,531 രൂപയാണ് നമുക്കിതിന് മൊത്തത്തിൽ ചിലവായിട്ടുള്ളത്. അപ്പം അങ്ങനെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഞാൻ എന്ത് ചെയ്തു, 15,000 രൂപ, അതായത് 15,000 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു 68+68 വാട്ട്സ് വരുന്ന LM3886 IC ഉപയോഗിച്ചിട്ടുള്ള ഡാക്കോട് കൂടി VU മീറ്റർ, അതുപോലെ തന്നെ 3-way ടോൺ കൺട്രോൾ സെക്ഷൻ, ബഫർ സ്റ്റേജ്, സ്റ്റീരിയോ വാക്യൂം ട്യൂബ് പ്രീ ആംപ്ലിഫയർ സെഷനോട് കൂടി വരുന്ന ഒരു ഹൈഫൈ സ്റ്റീരിയോ ആംപ്ലിഫയർ ചെയ്തെടുക്കാനായിട്ട് നോക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഈ ഒരു പ്രൈസിന് നമ്മൾ ഈ ഒരു DIY ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് അത്യാവശ്യം വൃത്തിയായിട്ടുള്ളൊരു പ്രോജക്റ്റ് ആണോ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഒരുപാട് കോസ്റ്റ് കട്ടിങ് നമുക്കിതിനകത്ത് വന്നിട്ടുണ്ട്. കുറേ സാധനങ്ങൾ നമുക്ക് ഓഫറിന് കിട്ടിയിട്ടുണ്ട്. പറഞ്ഞ ട്രാൻസ്ഫോമറും ക്യാബിനും ബാക്കി AC കൂടെ ഉൾപ്പെടെ നമുക്ക് വെറും $20 കിട്ടിയതുകൊണ്ട് തന്നെ വലിയൊരു എമൗണ്ട് അതിനകത്ത് തന്നെ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ DIY പ്രോജക്റ്റിൻ്റെ കോമ്പണൻസും അതിൻ്റെ പ്രൈസും അതിൻ്റെ ടോട്ടൽ എമൗണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ മേക്കിംഗ് ആയിരിക്കും, ക്യാബിൻ മേക്കിംഗ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അസംബ്ലിങ് ആയിരിക്കും വീഡിയോ. അതോടുകൂടി നമ്മുടെ ഈ ഒരു സീരീസ് അവസാനിക്കുകയായിരിക്കും. എന്നിട്ട് അതിൻ്റെ ഓഡിയോ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മറ്റ് വീഡിയോസൊക്കെ ഇട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.